ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് പ്രോനൗൺസ്. എക്സാമ്പിൾ നോക്കുക. ദ ജെൻറ്റിൽമാൻ ബോട്ട് എ ബുക്ക്. അദ്ദേഹം എന്ത് ചെയ്ത് ഒരു ബുക്ക് വാങ്ങിച്ചു. ആൻഡ് ഗേവ് ദ ബുക്ക് ടു വില്യം. എന്നിട്ട് ആ ബുക്ക്, ആ വാങ്ങിച്ച ബുക്ക് എന്ത് ചെയ്ത് വില്യമിന് കൊടുത്തു. നമുക്ക് ഈ സെൻറ്റൻസ് മാറ്റണം. ഇവിടെ ഈ ബുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ബോട്ട് എ ബുക്ക് ആൻഡ് ഗേവ് ദ ബുക്ക്. ഒരു ബുക്ക് വാങ്ങിച്ചു ആൻഡ് ഗേവ് ദ ബുക്ക്. ആ ബുക്ക് തന്നെ, ആ വാങ്ങിച്ച ബുക്ക് തന്നെ എന്ത് ചെയ്ത് വില്യമിന് കൊടുത്തു. അപ്പോൾ ബുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ റെപ്പിറ്റേഷൻ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ ബുക്കിൻ്റെ സ്ഥാനത്ത് ഒരു വാക്ക് ഉപയോഗിക്കുക. അതെന്താ? ദ ജെൻറ്റിൽമാൻ ബോട്ട് എ ബുക്ക് ആൻഡ് ഗേവ് ഇറ്റ് ടു വില്യം. ആ ജെൻറ്റിൽമാൻ എന്ത് ചെയ്ത് ഒരു ബുക്ക് വാങ്ങിച്ചു, എന്നിട്ട് അതിനെ ആർക്ക് കൊടുത്തു? വില്യമിന് കൊടുത്തു. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്ന പ്രോനൗൺ വെച്ച് നമ്മൾ ദ ബുക്ക് എന്ന നൗണിനെ റിപ്ലേസ് ചെയ്യും. ഓക്കെ. അപ്പോൾ പ്രോനൗൺ ഉപയോഗിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ഫങ്ഷൻ നമുക്ക് ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ നോക്കാം. പീറ്റർ ലേൺസ് പീറ്റേഴ്സ് ലെസൺസ്. പീറ്റർ പഠിക്കുന്നു എന്ത്? പീറ്റേഴ്സ് ലെസൺസ്. അതേ പീറ്ററിനുള്ള ലെസണുകൾ. എപ്പോൾ? ഇഫ് ദ ലെസൺസ്, ആ ലെസൺസ് ആണെങ്കിൽ ആർ നോട്ട് ടു ഡിഫിക്കൾട്ട്, അത് വളരെ പ്രയാസമുള്ളതല്ലെങ്കിലാണ് പീറ്ററിനുള്ള ലെസൺസ് പഠിക്കുന്നത്. ആർക്ക് പ്രയാസമല്ലെങ്കിൽ? ഫോർ പീറ്റർ. ഇപ്പോൾ ഇവിടെ ഒരുപാട് റെപ്പിറ്റേഷൻ ഉണ്ട്. പീറ്റർ എന്ന് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ലെസൺസ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഷോർട്ടാക്കണം. പീറ്റർ പഠിക്കുന്നു. പീറ്റർ ലേൺസ് ഹിസ് ലെസൺസ്. ആദ്യത്തെ പീറ്ററിനെ റിപ്ലേസ് ചെയ്ത് എന്തുകൊണ്ട്? ഹിസ് എന്ന പ്രോണൗൺ ഉപയോഗിച്ച്. പീറ്റർ ലേൺസ്, പീറ്റർ പഠിക്കുന്നു, ഹിസ് ലെസൺസ്, അവനുള്ള ലെസണുകൾ. എപ്പോൾ? ഇഫ് ദേ, രണ്ടാമത്തെ ലെസൺസിനെ നമ്മൾ റിപ്ലേസ് ചെയ്തു. ആ ലെസൺസ് ആണെങ്കിൽ ആർ നോട്ട് ടു ഡിഫിക്കൾട്ട്, വളരെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഫോർ ഹിം, അവന്. അപ്പോൾ ഹിസ് എന്ന പ്രോണൗൺ ഉപയോഗിച്ച് പീറ്ററിന്, രണ്ടാമത്തേതിൽ ഹിം എന്നുള്ള പ്രോണൗൺ ഉപയോഗിച്ച്. ലെസൺസിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഉപയോഗിച്ച്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ലെസൺസിന് രണ്ടാമത്തെ ലെസൺസിനെ നമ്മൾ റിപ്ലേസ് ചെയ്തത് ദേ ഉപയോഗിച്ച്. പീറ്ററിനെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഹിസ് എന്നും ഹിം എന്നുള്ള പ്രോണൗൺസ് ഉപയോഗിച്ച് റിപ്ലേസ് ചെയ്ത്. ഓക്കെ. ഇനി നോക്കാം. ഐ സോ ദ മാൻ ഹൂ സോൾഡ് എ ഹോഴ്സ് ടു യു. നിനക്ക് ഒരു കുതിരയെ വിറ്റ ആളെ ഞാൻ കണ്ടു. ഇവിടെ ഐ ഉപയോഗിക്കുന്ന ആരെ റിഫർ ചെയ്യാൻ വേണ്ടിയാണ്? സ്പീക്കറിനെ റിഫർ ചെയ്യാൻ വേണ്ടിയാണ്. യു എന്ന് ഉപയോഗിക്കുന്ന ആരോടാണ് സ്പീക്ക് ചെയ്യപ്പെടുന്നത്, ആരോടാണ് സംസാരിക്കപ്പെടുന്നത്, ആ ആളെ റിഫർ ചെയ്യാൻ വേണ്ടിയാണ് യു ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും പ്രോനൗൺസ് ആണ്. കാരണം സ്പീക്കർ ഒരാളോട് സ്പീക്ക് ചെയ്യുന്നു. സ്പീക്കർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വ്യക്തി വേറൊരാളോട് സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് അറിയാം ഈ ആളാരാ. ഇത് ഐ എന്ന പ്രോനൗൺ ഉപയോഗിച്ചാൽ അറിയാം എന്ത്? സ്പീക്കറിനെയാണ് റിഫർ ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കറിൻ്റെ പേര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ യു എന്ന പ്രോനൗൺ ഉപയോഗിക്കുന്നത് ആരോടാണ് സംസാരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ. തുടർന്ന് നോക്കാം. ആന ഫൗണ്ട് മൈ പെൻസിൽ. ആന കണ്ടെത്തി മൈ പെൻസിൽ, എൻ്റെ പെൻസിൽ. ഇത് പൊസസീവ് ആണ്. ഇതും പ്രോനൗൺ ആണ്. ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹെർ ഡെസ്ക്. എന്നിട്ട് ആന അവളുടെ ഡെസ്കിൻ്റെ മേലെ അത് വെച്ചു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പ്രോനൗൺസ് ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവിടെ, അപ്പോൾ ഈ പ്രോനൗൺ എന്ന് വെച്ചാൽ ഒരു നൗണിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി, നൗണിനെ റെപ്പിറ്റേഷൻ ഒഴിവാക്കി റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. കാരണം പിന്നീട് വീണ്ടും ആവർത്തിച്ച് ആ നൗണിനെ റിഫർ ചെയ്യുന്നതിന് പകരം, നൗണിനെ ഉപയോഗിച്ച് റിഫർ ചെയ്യുന്നതിന് പകരം ഒരു സർവ്വനാമം, ഒരു പ്രോനൗൺ ഉപയോഗിച്ച് റിഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹിസ് എന്നുള്ളത്, മൈ എന്നുള്ളത്, ദേർ എന്നുള്ളത്, ഇതൊക്കെ എന്താണ്? പൊസസീവ് പ്രോനൗൺസ് ആണ്. എന്ന് വെച്ചാൽ ദേർ എന്ന് പറഞ്ഞാൽ അവരുടെ, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ, ഹേർ എന്ന് പറഞ്ഞാൽ ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടെ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. അപ്പോൾ ഇതൊക്കെ പൊസസീവ് പ്രോനൗൺസ് ആണ്. അതായത് എൻ്റേത് എന്നർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റേത്, അല്ലെങ്കിൽ അവളുടേത്, അല്ലെങ്കിൽ അവരുടേത് എന്നർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇനി വേറെ ഉള്ളത് പിന്നെ ഹിം. ഓക്കെ. ഹിം, ഹെർ എന്നുള്ളത്, അതുപോലെ ദെം. ഇത് പ്ലൂറൽ ആണെങ്കിൽ ദെം,
മാസ്കുലിൻ സിംഗുലർ ആണെങ്കിൽ ഹിം, ഫെമിനിൻ സിംഗുലർ ആണെങ്കിൽ ഹെർ. ഇതൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ഒബ്ജക്റ്റായിട്ടാണ് അത് വരുന്നതെങ്കിലാണ് എന്ത് ഉപയോഗിക്കുക? ഹിം, ഹെർ ആൻഡ് ദം. അപ്പോൾ ഒബ്ജക്റ്റാണെന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല. ഐ സോ ഹിം. ഓക്കെ, ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ കാണുന്ന ആളാരാ? ഞാനാണ്, സബ്ജക്റ്റാണ്. കാണപ്പെടുന്ന ആളാരാ? ഒബ്ജക്റ്റാണ്. അപ്പോൾ അതാണ് എന്ത് ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഐ സോ ഹിം. ഓക്കെ, ഹിം എന്നുള്ളത് ഒബ്ജക്റ്റാണ്, അതായത് കാണപ്പെടുന്ന ആളാരാ? അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒബ്ജക്റ്റ് എന്നുള്ള നിലക്ക് ഹിം ഉപയോഗിക്കുക. ഐ സോ ഹെർ, കാണപ്പെടുന്ന ആളാരാ? അവളാണ്. അപ്പോൾ അവളെ കണ്ടു. അപ്പോൾ അവിടെയാണ് ഹെർ ഉപയോഗിക്കുക. ഐ സോ ദം, ഞാൻ അവരെ കണ്ടു. അവിടെയാണ് എന്ത് ചെയ്യുക? ദം ഉപയോഗിക്കുക. ഒബ്ജക്റ്റ് ആകുമ്പോഴാണ്. അത് കാണപ്പെടുന്നതാരാ? അവരാണ്. അപ്പോൾ അവരെ കണ്ടു എന്നുള്ള അർത്ഥത്തിനാണ് ദം, ഹിം, ഹെർ എന്ന് ഉപയോഗിക്കുക. നേരെ മറിച്ച് സബ്ജക്റ്റ് ആവുമ്പോൾ ഇപ്പോൾ ഹീ സോ ഹെർ. അപ്പോൾ ഹീ എന്നുള്ളത് എന്താ? സബ്ജക്റ്റാണ്, ഒബ്ജക്റ്റ് അല്ല. അപ്പോൾ ഹീ എന്നാണ് ഉപയോഗിക്കുക. ഷീ സോ ഹെർ. ഓക്കെ, ഷീ അവളെ കണ്ടു. അപ്പോൾ ഷീ എന്നുള്ളത് എന്താ? സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഷീ എന്നുള്ള പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ദേ സോ ഹെർ. ഓക്കെ, അവളെ കണ്ടു. അപ്പോൾ ദേ എന്നുള്ളത് സബ്ജക്റ്റാണ്. കാണുന്നതാരാ? ദേ ആണ്. ഓക്കെ, ഹീ ആണ്, ഷീ ആണ്. അപ്പോൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹീ, ഷീ, ദേ എന്ന് ഉപയോഗിക്കും, ഐ എന്ന് ഉപയോഗിക്കും. ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഹിം, ഹെർ, ദേ. അതുപോലെ എന്നെയാണ് കാണുന്നതെങ്കിൽ മീ എന്നാണ് പറയുക. ഷീ സോ മീ എന്നാണ് പറയുക. ഷീ സോ ഐ എന്ന് അറിയൂല, ഷീ സോ മീ. അവൾ എന്നെ കണ്ടു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊനൗൺസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോഴും പൊസസീവായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം.